ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. കഴിഞ്ഞ ദിവസം ദലൈലാമയുടെ 90-ാം പിറന്നാളിനോടനുബന്ധിച്ച് പല ബ്ലോഗർമാരും ബ്ലോഗ് ചെയ്യുകയും അതിലൊക്കെ 62-ലെ യുദ്ധവും അതിൽ നെഹ്റു വഹിച്ച പങ്കിനെക്കുറിച്ചും നെഹ്റുവിൻ്റെ പിടിപ്പീടിനെക്കുറിച്ചുമൊക്കെ വാചാലമായിട്ട് പറയുന്നതായിട്ട് യൂട്യൂബ് ചാനലുകളിൽ ഞാൻ കണ്ടു. സത്യത്തിൽ എനിക്ക് വളരെ വിഷമമാണ് അതിനോട് തോന്നിയത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെഹ്റുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വികൃതി കാണിച്ചുകൊണ്ട് മറ്റെന്തൊക്കെയോ ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. സത്യങ്ങൾ യാഥാർത്ഥ്യം നിന്നൊക്കെ എത്രയോ വിഭിന്നമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടാകുന്നു. 62-ലെ യുദ്ധം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നുവെങ്കിൽ പോലും നമുക്ക് അത് വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നീട്ടിക്കൊണ്ട് പോകാമായിരുന്നു നെഹ്റുവിന് വേണമെങ്കിൽ. കാരണം ജോൺ എഫ് കെന്നഡി എന്ന് പറയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് അത്രയും വികാര നിർഭരമായിട്ട് ഒരിക്കലും ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. ആ വ്യക്തി പറഞ്ഞ് ഇന്ത്യയെ ആക്രമിക്കുന്ന ഇന്ത്യക്കാരുടെ നേരെ ഉയർക്കുന്ന ഓരോ വെടിയും അമേരിക്കക്കാർക്കുടെ നെഞ്ചിന് നേരെ വരുന്ന വെടിയായിട്ട് ഞങ്ങൾ കണക്കാക്കും എന്ന് പറഞ്ഞ് 7-ാം കപ്പൽപ്പടയെ വരെ അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയച്ചു. പക്ഷേ ഭയന്നു പോയ ചൈനക്കാർ ഇന്ത്യയെ പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ പിന്നോട്ട് മാറുകയാണ്. അഗായ്ചിൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമല്ല, അതൊരു മരുഭൂമിയാണ്, ഹിമാലയൻ പ്രദേശമാണ്. അവിടെ ഒരു വ്യക്തികൾ പോലും താമസിക്കുന്നില്ല, തന്നെയല്ല ഒരു പുല്ല് പോലും കിളിക്കാത്ത സ്ഥലമാണ്. വേണമെങ്കിൽ നെഹ്റുവിന് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ പറയാം, അഗായ്ചിനും കൂടെ വിട്ടു തന്നാൽ മാത്രമേ ഞങ്ങൾ വെടിനിർത്തലിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജോൺ എഫ് കെന്നഡി തീർച്ചയായിട്ടും ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി വരുന്നതാണ്. അങ്ങനെ വന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കാൻ പോകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സത്യത്തെങ്കിൽ യുദ്ധം നീണ്ടുപോകും, ചിലപ്പോൾ ദലൈലാമയും കൂട്ടരും മടങ്ങിപ്പോകും, ടിബറ്റ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുമെന്നൊക്കെ ഉള്ളത് ഒരു സാധ്യതയുണ്ട്. അതിനാണ് കൂടുതൽ സാധ്യത. അമേരിക്ക ഇടപെട്ടായിരുന്നെങ്കിൽ അന്നത്തെ 62-ലെ സിറ്റുവേഷൻ അനുസരിച്ച് ലോകത്തിൽ ഒരു രാജ്യത്തും അമേരിക്ക യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. ഈവൻ റഷ്യക്ക് പോലും ഇല്ലെന്നുള്ളത് നമ്മൾ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടിബറ്റ് സ്വതന്ത്ര രാജ്യമായി മാറിയേനെ. പക്ഷേ അതുകൊണ്ട് നമുക്കെന്താണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? നമ്മൾ അമേരിക്കയുടെ ഒരു പ്രോക്സിയായിട്ട് മാറിയേനെ, അമേരിക്കയുടെ ഒരു കളിപ്പാവയായിട്ട് ഇന്ത്യ മാറിയേനെ. ഒരിക്കലും ഒരു നട്ടലുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറാൻ പറ്റത്തില്ല. ബംഗ്ലാദേശ് യുദ്ധകാലത്തിലാണെങ്കിലും അമേരിക്ക പറയുന്ന പോലെയൊക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വന്നേനെ. അങ്ങനെ ലോകാവസാനം വരെ അമേരിക്കയുടെ ഒരു ഉപഗ്രഹമായിട്ടായിരുന്നു നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് നമുക്ക് അങ്ങനെയാണോ? നമുക്ക് തൻ്റെ ഇടമുള്ള ഒരു രാജ്യമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ലേ? അത് നെഹ്റുവിൻ്റെ ഒരു ദീർഘവീക്ഷണം തന്നെയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. റഷ്യയിൽ നിന്ന് കിട്ടിയ ആയുധങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും കൊണ്ടാണ് നമ്മളിന്ന് ലോകത്തിലെ ഒരു 3ാമത്തെ സൈനിക ശക്തിയായിട്ട് മാറിയിരിക്കുന്നത്. അമേരിക്ക നമുക്ക് കുറച്ച് പാട്ടക്കഷ്ണങ്ങൾ തരുമായിരിക്കാം, പക്ഷേ സാങ്കേതിക വിദ്യയൊന്നും ഒരിക്കലും തരാൻ പോകുന്നില്ല. അമേരിക്ക അവരുടെ സാമ്രാജ്യ താല്പര്യങ്ങൾക്ക് മാത്രമേ മുൻതൂക്കം കൊടുക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുക.